Hi students, so welcome to Veranda Race YouTube channel. എൻ്റെ പേര് ഞാൻ റീസണിങ് ഫാക്കൽറ്റി ആണ്. അപ്പം നമ്മൾ ഇന്ന് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മുടെ എക്സാംസിന്. കാരണം ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ എക്സാംസിനും വരുന്നുണ്ട്. സോ നമ്മൾ ആ ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യാം ഇൻ ഡീറ്റെയിൽ നോക്കാൻ പോകാം. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ടൈപ്സ് ബ്ലഡ് റിലേഷനിൽ നിന്ന് വരാം, അതിൻ്റെ ബേസിക്സ് എന്താണ്, അതെല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് തൊട്ടൊന്ന് നോക്കാം. എന്താണ് ഇതിൻ്റെ ബേസിക്സ് എന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ബേസിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്. ജസ്റ്റ് നമുക്ക് ആ റിലേഷൻസ് ഒക്കെ ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റണം, നമുക്കൊരു ഐഡിയ വേണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ മെയിൻ റിലേഷൻസ് എന്തൊക്കെയാണ്? ഇപ്പോൾ ഞാൻ എ എന്ന് പറഞ്ഞൊരു പേഴ്സണെ എടുക്കുവാന്ന് വെച്ചു. ഇപ്പോൾ എ എന്ന് പറഞ്ഞ പേഴ്സൺ മെയിലാണ് അസ്യൂം ചെയ്യുക. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ പ്ലസ് ഒരു പേഴ്സണിൻ്റെ മെയിലിൽ പ്ലസ് സിമ്പിൾ ആണെങ്കിൽ ആ പേഴ്സൺ നമ്മൾ മെയിലാണെന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. മൈനസ് എടുക്കുവാണെങ്കിൽ ആ പേഴ്സൺ എന്താണ്, ഫീമെയിൽ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് മെയിൻ റിലേഷൻസ് ഒക്കെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ ടോപ്പിക് കുറച്ചുകൂടി എളുപ്പമാവും കേട്ടോ. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു പേഴ്സൺ ഞാൻ അസ്യൂം ചെയ്തു, ആള് മെയിലായിട്ട് അസ്യൂം ചെയ്തേക്കുന്നത്. എയുടെ ഫാദറും മദറുമാണ് ബി ആൻഡ് സി ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇപ്പം എ നമ്മളാണ് അസ്യൂം ചെയ്യുക, ഫാദറും മദറും നമുക്കറിയാം നമ്മുടെ തൊട്ട് മുകളിലത്തെ ജനറേഷനിൽ അല്ലേ. അപ്പോൾ നമ്മൾ ഫാമിലി ട്രീ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്? ഇവിടെ ബിയും സിയും ഇങ്ങനെയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ബി ആണ് ഫാദർ, സി ആണ് മദർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ നോക്കിയ ബിയും സിയുടെ ഇടയ്ക്ക് ഞാനൊരു സിമ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ആ സിമ്പിള് ജസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത് അവര് മാരീഡ് കപ്പിൾ ആയിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ മാരീഡ് കപ്പിൾസിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു സിമ്പിൾ ഉപയോഗിക്കും. ബാക്കി എല്ലാ റിലേഷൻസും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഒരു സിംഗിൾ ലൈൻ വെച്ചിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എ എന്ന് പറഞ്ഞൊരു പേഴ്സൺ, എയുടെ ഫാദറും മദറുമാണ് ബി ആൻഡ് സി കേട്ടോ. പക്ഷേ ബിക്ക് ഒരു ബ്രദർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. ബിയുടെ ബ്രദറാണ് ഡി എന്ന് വെക്കുക കേട്ടോ. അപ്പോൾ ബിയുടെ ബ്രദറാണ് ഡി എന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിയുടെ റെസ്പെക്റ്റിലെ റിലേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഡി ബിയുടെ ബ്രദറാണ്. ഞാൻ ചോദിക്കണം ഹൗ ഇസ് ഡി റിലേറ്റഡ് ടു സി എന്ന് വെച്ചാലോ, ഡി സിയുടെ ആരായിരിക്കും? വെച്ചാൽ ഡിയും ബിയും ബ്രദേഴ്സ് ആണ്, ബിയുടെ വൈഫാണ് സി. സോ ഒബ്വിയസ്ലി ഡി സിയുടെ ആരായിരിക്കണം? നമ്മൾ എന്താ റിലേഷൻ പറയുന്നത്, ബ്രദർ ഇൻ ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ തിരിച്ചാണെങ്കിൽ ഹൗ ഇസ് സി റിലേറ്റഡ് ടു ഡി എന്ന് വെച്ചാൽ എന്താ റിലേഷൻ വരുന്നത് നമുക്കറിയാം, സിസ്റ്റർ ഇൻ ലോ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഡിയും എയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. നമുക്കറിയാം ഡിയും എയും എങ്ങനെ കണക്റ്റഡ്, ബി ആയിട്ടാണ് കണക്റ്റഡ്. സോ ഡി എയുടെ ആരാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, അങ്കിൾ എന്ന് പറയും. ഓക്കെ, ഇനി തിരിച്ചു വെച്ചാലോ, എ ഡിയുടെ ആരായിരിക്കും? എ ഡിയുടെ ആരാണ് വരുന്നത്, റിലേഷൻ എന്താ വരുന്നത്, നെഫ്യൂ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ വേറൊരു പേഴ്സണേയും കൂടി ആഡ് ചെയ്യുമോ, എയുടെ സിസ്റ്ററിനെ ആഡ് ചെയ്യുമോ കേട്ടോ. എയുടെ സിസ്റ്ററാണ് ഈ എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ സിസ്റ്ററാണ്, ഒരേ ജനറേഷൻ, ഫീമെയിലായിട്ട് ആയതുകൊണ്ട് ഞാൻ മൈനസ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്തേക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഈയുടെ റെസ്പെക്റ്റ് നോക്കിയാലോ, ഇപ്പോൾ ഡി ഈയുടെ നമുക്കറിയാം അങ്കിളാണ്. ഞാൻ നേരെ തിരിച്ചു ചോദിക്കുകയാണെങ്കിലോ, ഈ ഡിയുടെ ആരാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, നീസ് എന്ന് പറയും അല്ലേ. അപ്പോൾ മെയിലാണെങ്കിൽ നെഫ്യൂ, ഫീമെയിൽ ആണെങ്കിൽ എന്താ റിലേഷൻ പറയുന്നത്, നീസ് എന്നായിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ. ഓക്കെ, ഇനി വേറെ ആളെ കൂടി ഞാൻ ആഡ് ചെയ്യാം. സിയുടെ സിസ്റ്ററിനെയും കൂടി ഞാൻ ആഡ് ചെയ്യുവാണ്. സിയുടെ സിസ്റ്റർ എഫ് ആണെന്ന് വെച്ചോ. ഓക്കെ, ഞാൻ ചോദിക്കുകയാണ് ഹൗ ഇസ് എഫ് റിലേറ്റഡ് ടു എ എന്ന് വെച്ചാൽ നോക്കിയാൽ എഫ് എയുമായിട്ട് എങ്ങനെ റിലേറ്റഡ് എന്നാ. അപ്പൊ സി എന്ന് പറയുമ്പോൾ എയുടെ മദറാണ്, അപ്പോൾ എയുടെ മദറിന്റെ സിസ്റ്ററാണ് എഫ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, എഫ് എയുടെ ആരാന്ന് വെച്ചാൽ എന്ത് പറയും, നമ്മൾ ആണ്ട് എന്ന് പറയും അല്ലേ. ആണ്ടാണ് റിലേഷൻ വരുന്നത്. തിരിച്ച് നമുക്കറിയാം എ ടു എഫ് റിലേഷൻ ആണെങ്കിൽ എന്തായിരിക്കും നെഫ്യൂ, ഇ ടു എഫ് റിലേഷൻ ആണെങ്കിൽ എന്താണ്, നീസ് വരും അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഒന്ന് രണ്ട് പേരെയും കൂടി ഒന്ന് ആഡ് ചെയ്യുവാണ്. ഞാൻ എയുടെ പെയർ ഒന്ന് ആഡ് ചെയ്യുവാണ്, ഇസഡ് ആണ് എയുടെ പെയർ. അതുപോലെ തന്നെ ഇയുടെ പെയറിനെ നമ്മളൊന്ന് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ ഇയുടെ പെയറാണ് വൈ എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ വൈ ആൻഡ് ഇക്ക് ഒരു ഡോട്ടർ ഉണ്ട്, സേ ആ പേഴ്സൺ അല്ലേ, ഡോട്ടർ ഡബ്ല്യു എന്ന് അസ്യൂം ചെയ്യാം. എ ആൻഡ് ഇസഡിനൊരു സൺ ഉണ്ട്, സൺ സേ നമ്മൾ ജി ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഈ ചോദിക്കുകയാണ് ഹൗ ഇസ് ഡബ്ല്യു റിലേറ്റഡ് ടു ജി. ഡബ്ല്യു ജിയുടെ ആരാന്ന് വെച്ചാൽ എന്ത് പറയും നമ്മൾ, നമുക്കറിയാം ഇയും എയും സിബ്ലിങ്സ് ആണ്. അപ്പോൾ അവർ സിബ്ലിങ്സിൻ്റെ ചിൽഡ്രനെ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്താ കണക്ഷൻ വരും, നമുക്കറിയാം കസിൻസ് എന്ന് പറയും അല്ലേ. അപ്പോൾ കസിൻസിന് നമുക്കറിയാം ഒരു പ്രത്യേകതയുണ്ട്, എന്താണ്, നമുക്ക് ജെൻഡർ ഇല്ലാത്ത ഒരേ റിലേഷൻ മാത്രമേ ബ്ലഡ് റിലേഷനിലുള്ളൂ. ആ റിലേഷനാണ് ഇത് നമ്മുടെ കസിൻസ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ കസിൻ ബ്രദർ സിസ്റ്റർ എന്ന് പറയും, പക്ഷേ നമ്മുടെ എക്സാമിൽ ഓർത്തിരിക്കുക, കസിൻ എന്ന് പറയുമ്പോൾ ജെൻഡർ ഇല്ലാത്ത ഒരു റിലേഷനെ ബ്ലഡ് റിലേഷനിലുള്ള അത് ഇതാണ് കേട്ടോ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ജിയുടെ റെസ്പെക്റ്റിൽ ബി ആരാന്ന് വെച്ചാൽ എന്ത് പറയും, നമ്മൾ ജി ബിയുടെ ആരാന്ന് പറയും, ഗ്രാൻഡ് സൺ എന്ന് പറയും. ബി ജിയുടെ ആരാന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും, ഗ്രാൻഡ് ഫാദർ.
അതുപോലെ സി ജിയുടെ ആരാന്ന് ചോദിച്ചാൽ എന്താ റിലേഷൻ വരുന്നത് ഗ്രാൻഡ് മദർ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻസ് ആണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. പിന്നെ നമുക്കറിയാം ഇപ്പം നമ്മൾ ഫാദറിൻ്റെ ഫാമിലി അല്ലെങ്കിൽ മദറിൻ്റെ ഫാമിലിയിൽ കുറേ റിലേഷൻസ് നമുക്ക് കോമൺ അല്ലേ. അപ്പോൾ അവരെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മളൊരു വാക്ക് ഉപയോഗിക്കും അല്ലേ. അതെന്താണോ അറിയാമായിരിക്കും സ്റ്റുഡൻസിന്. ഇത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഫാദറിൻ്റെ ഫാമിലിനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലേ, ഫാദറിൻ്റെ ഫാമിലിനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓർത്തോണം നമ്മൾ ആ റിലേഷൻ മുമ്പ് എന്ത് ചേർത്താൽ മതി, പെറ്റേണൽ എന്ന് പറയുന്നൊരു വേർഡ് ചേർക്കും കേട്ടോ. ഓക്കെ, ഇനി മദറിൻ്റെ ഫാമിലിനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നെങ്കിലോ, മദറിൻ്റെ ഫാമിലിനെ അസോസിയേറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ഏത് വേർഡായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്, മെറ്റേൺ. അപ്പം ഈ ഓർത്തിരിക്കാൻ എളുപ്പമാണ്, എം ഫോർ എം അല്ലേ, മദർ ആണെങ്കിൽ മെറ്റേണൽ എന്ന് ഓർത്തിരിക്കുക. ഫാദറിൻ്റെ ഫാമിലിനെയാണ് അസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ പെറ്റേൺ കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള റിലേഷൻസ് അറിയേണ്ടത്. ഇത്രയും ഒരു ക്ലാരിറ്റി നമുക്കുണ്ടെങ്കിൽ ഓബിയസ്ലി നമുക്ക് ബ്ലഡ് റിലേഷൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ടൈപ്സും എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഫാമിലി ട്രീ ഇൻ ദ സെൻസ് നമുക്ക് ആവശ്യം വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടിയൊന്ന് സ്റ്റുഡൻസ് നോക്കാം. മെയിനായിട്ട് റിലേഷൻസ്, പിന്നെ ആരേത് ജനറേഷനിൽ വരും അല്ല, അങ്ങനെയുള്ളൊരു ക്ലാരിറ്റി കിട്ടിയാൽ തന്നെ ഈ ടോപ്പിക്ക് നമുക്ക് ഈസിലി സോൾവ് ചെയ്യാവുന്നത് കേട്ടോ. എനിക്ക് ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പതുക്കെ കഴിഞ്ഞ് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസിലോട്ട് പോകും. ഏതൊക്കെ ക്വസ്റ്റ്യൻ ടൈപ്സ് ഉണ്ട്, എങ്ങനെ നമ്മളതിനെ അപ്രോച്ച് ചെയ്യണം, എല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ടൊന്ന് മൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നത് ഈ ഫോട്ടോഗ്രാഫ് അല്ലെ, പോയിന്റിങ് ടു എ ഫോട്ടോഗ്രാഫ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് നമുക്ക് എക്സാമിനുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം, എങ്ങനെയാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. കൂടുതൽ കൺഫ്യൂഷൻസ് നമുക്ക് പലതും കാണും, അതെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ നോക്കാം. ഓക്കെ, ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയാൽ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഇൻട്രൊഡ്യൂസിങ് എ ഗേൾ പൂനം സേസ്, ഓക്കെ, ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി സിസ്റ്റർ ഓഫ് ദ സൺ ഓഫ് മൈ മദർ. ഓക്കെ, അപ്പോൾ ഫൈനൽ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഹൗ ഇസ് ദാറ്റ് ഗേൾ റിലേറ്റഡ് ടു പൂനം. ഓക്കെ, നമ്മൾ ആദ്യം വായിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടണം എന്നില്ല. സോ ഇതിൽ നമുക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം, കാരണം അതൊരു ക്രൂഷ്യൽ പോയിന്റ്. നമ്മൾ ഇതിനെ ഒന്ന് പ്രോസസ്സ് ചെയ്യും, അത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നോർമലി നമ്മൾ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഈസി മെത്തേഡ് എന്തായിരിക്കും എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഈ ആരാ പറയുന്നു നോക്കും, ഇതിനകത്തെല്ലാം ഇമ്പോർട്ടൻ്റ് ആര് പറയുന്നു, ആരുടെ റെസ്പെക്റ്റീവ് പറയുന്നു, അത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ മനസ്സിലായി, ഇൻട്രൊഡ്യൂസിങ് എ ഗേൾ, ഒരു ഗേളാണ്, പൂനമാണ് ഇതെല്ലാം മെൻഷൻ ചെയ്തേക്കുന്നത്, പൂനമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ പൂനമിൻ്റെ റെസ്പെക്റ്റിൽ എപ്പോഴും ഒരു റിലേഷൻ കാണും. ദാറ്റ് മീൻസ് സ്പീക്കറിൻ്റെ റെസ്പെക്റ്റ് എപ്പോഴും റിലേഷൻ കാണും. ആ റിലേഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കുക, സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ, ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി സിസ്റ്റർ ഓഫ് ദ സൺ ഓഫ് മൈ മദർ നോക്കിയാൽ. അപ്പോൾ ഇവിടെ ഒരു വാക്കുണ്ട് മൈ മദർ അല്ലേ. അപ്പോൾ മൈ മദർ എന്ന് പറയുമ്പോൾ ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇവിടെ പൂനമിൻ്റെ മദർ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ പറയാം സ്പീക്കറിൻ്റെ റെസ്പെക്റ്റിൽ എന്ത് ചെയ്താൽ മതി, സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഫാമിലി ട്രീ വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്രോച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫാമിലി ട്രീ ഉപയോഗിക്കാൻ നോക്കുവാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി പൂനം എന്ന് പറഞ്ഞൊരു പേഴ്സൺ ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, പൂനമിൻ്റെ മദറിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ റിവേഴ്സ് ഓർഡർ പോകുന്നേക്ക്, ഓഫ് മൈ മദർ, പിന്നെ നോക്കി ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി സിസ്റ്റർ ഓഫ് ദ സൺ ഓഫ് മൈ മദർ. ഓക്കെ, അപ്പോൾ മദർ കിട്ടി, പൂനമിൻ്റെ മദറിൻ്റെ സൺ അല്ല, ഓൺലി സിസ്റ്റർ ഓഫ് ദ സൺ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഓൺലി സിസ്റ്റർ ഓഫ് ദ സൺ എന്ന് പറയുമ്പോൾ ആരാണ്, ഓഫ് മൈ മദർ എന്ന് പറയുമ്പോൾ എങ്ങനെ നമുക്ക് അതിനെ ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഓൺലി സിസ്റ്റർ ഓഫ് ദ സൺ ഓഫ് മൈ മദർ, അപ്പം മദറിൻ്റെ ഓൺലി സിസ്റ്റർ. ഓക്കെ, അപ്പം മദറിനൊരു സിസ്റ്റർ ഉണ്ട്, ആ ഓൺലി സിസ്റ്ററിൻ്റെ സൺ അല്ലേ. അപ്പം മദറിൻ്റെ സിസ്റ്ററിൻ്റെ സൺ എന്ന് പറയുമ്പോൾ ആരായിരിക്കണം, പൂനമിൻ്റെ കസിൻ ആയിരിക്കണം. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് ഉണ്ട്, ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഓൺലി സിസ്റ്റർ ഓഫ് ദ സൺ. ദാറ്റ് മീൻസ് എന്താ, ഈ സണ്ണിൻ്റെ ഡോട്ടർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. ഈ സണ്ണിൻ്റെ ഡോട്ടർ ആണ് ഈ പറയുന്ന ഗേൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലേ ഫാമിലി ട്രീ വരച്ചാൽ ഒരു ക്ലാരിറ്റി കുറച്ചുകൂടി കിട്ടും കേട്ടോ. ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ഹൗ ഇസ് ദാറ്റ് ഗേൾ റിലേറ്റഡ് ടു പൂനം. അപ്പോൾ ആ ഗേള് പൂനമിൻ്റെ ആരാണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നോക്കിയ റിലേഷൻ എങ്ങനെയാ, ദാറ്റ് ഈസ് പൂനമിൻ്റെ മദറിൻ്റെ സിസ്റ്ററിൻ്റെ സണ്ണിൻ്റെ ഡോട്ടർ ആണ് ഈ ഗേൾ. ഓക്കെ, അപ്പോൾ പൂനമിൻ്റെ ആരായിരിക്കും നോക്കി, ഫസ്റ്റ് നമുക്ക് നോക്കാം, പൂനമിൻ്റെ തൊട്ട് താഴത്തെ ജനറേഷൻ ആണ്. ഓക്കെ, സോ നമുക്ക് എന്താ ഓപ്ഷൻസ് നോക്കാം നോക്കി. ഓപ്ഷൻസ് ഉള്ളത് കസിൻ ഉണ്ട്, നീസ് ഉണ്ട്, ഐദർ ഡോട്ടർ ഓർ നീസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഉള്ള ഓപ്ഷൻ ഡോട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഓപ്ഷൻ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്, നമുക്ക് ഒന്ന് നോക്കാൻ പറ്റുന്ന ഓബ്വിയസ്ലി താഴെയാണ് അല്ലേ, താഴെയാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. സോ ഓബ്വിയസ്ലി താഴെയുള്ള ജനറേഷൻ, ഇപ്പോൾ കസിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരുമോ, ഇല്ല. ഓക്കെ, കസിൻ എന്ന് പറയുമ്പോൾ ഒരേ ജനറേഷനാണ്, അപ്പോൾ അത് എലിമിനേറ്റ് ചെയ്യാൻ നേരെ. നീസ് വരുമോ, നീസ് ഒരു ഓപ്ഷൻ, ഐദർ ഡോട്ടർ ഓർ നീസ് എന്തായാലും വരികയില്ല, പിന്നെ ഓപ്ഷൻ ഉള്ളത് ഡോട്ടർ കേട്ടോ.
അപ്പോൾ നമുക്കിവിടെ ഏതാ കൊടുക്കാൻ പറ്റുന്നത്? നീസ് ആണ് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? കാരണം കസിനിൻ്റെ ഡോട്ടർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ദറ്റ് ഈസ് ഹൗ ഇസ് ദാറ്റ് ഗേൾ റിലേറ്റഡ് ടു പൂനമാണ് അല്ലേ? അപ്പോൾ ഗേൾ പൂനമിൻ്റെ ആരാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? നീസ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് റിലേഷൻ ചോദിക്കുന്നുള്ളതും എപ്പോഴും നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഗേൾ പൂനമിൻ്റെ ആരാണ്? അപ്പോൾ ഗേൾ പൂനമിൻ്റെ ആരായിരിക്കണം? നീസ് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, സോ എനിക്ക് ഐ ഹോപ്പ് ദാറ്റ് യു ഗോട്ട് എൻ ഐഡിയ. നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് സ്റ്റുഡൻസ് വായിക്കുക. വേണമെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ക്വസ്റ്റ്യൻ കണ്ടിട്ട് പോസ് ചെയ്യുക, എന്നിട്ട് ഒന്ന് അറ്റംപ്റ്റ് ചെയ്തിട്ട് തിരിച്ച് നിങ്ങൾ ഈ സൊല്യൂഷൻ ഒന്ന് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് വായിച്ചേക്കാം. എന്താണ്? ഇൻട്രൊഡ്യൂസിങ് എ ഗേൾ രോഹിത് സെറ്റ് അല്ലേ, ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. സോ ഹൗ ഇസ് ദാറ്റ് ഗേൾ റിലേറ്റഡ് ടു രോഹിത്? അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ അതേ അപ്രോച്ച് ഇവിടെ ആരാ പറയുന്നത്? രോഹിതാണ് സംസാരിച്ചേക്കുന്നത്. സോ രോഹിത്തിൻ്റെ റെസ്പെക്റ്റിൽ ഒരു റിലേഷൻ ഉണ്ട്. നോക്കി, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ ഇവിടെ പറയുന്നുണ്ട് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ രോഹിത്ത് നമ്മൾ പിടിക്കുന്നു, രോഹിത്തിൻ്റെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ ആരാണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഇൻട്രോയിൽ പെറ്റേണൽ എന്ന് പറയുമ്പോൾ ആരാണ്? ഫാദറിൻ്റെ റിലേഷനിലുള്ള അല്ലേ, ഫാദറിൻ്റെ ഫാമിലീൻ്റെ റെസ്പെക്റ്റിലാണ് പറയുന്നത്. അപ്പോൾ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? രോഹിത്തിൻ്റെ ഫാദറിൻ്റെ ഫാദർ അല്ലേ. നമുക്ക് ഗ്രാൻഡ് ഫാദർ എന്ന് കൊടുക്കാം അല്ലേ. ഓക്കെ, GF എന്ന് ഞാൻ ഷോർട്ടായിട്ട് കൊടുക്കുവാണ്. സോ രോഹിത്തിൻ്റെ ഫാദറിൻ്റെ ഫാദർ അല്ലേ. ഓക്കെ, അപ്പോൾ ടെക്നിക്കലി രോഹിത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് വാക്ക്. ഓൺലി സൺ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് മീൻസ് നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. ഓൺലി സൺ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഓർക്കില്ല ചൈൽഡായിട്ട് ഒരാളെന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ്? സൺ കാറ്റഗറി അല്ലേ. സൺ കാറ്റഗറിയിൽ ഒരാളേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഡോട്ടേഴ്സ് എത്ര വേണമല്ലോ ആവാം, അത് ഓർത്താണ്. ഓക്കെ, ഓൺലി ചൈൽഡ് എന്ന് പറഞ്ഞാൽ ശരി ഒരാളെ ഉള്ളെന്നാ, പക്ഷെ ഓൺലി സൺ എന്ന് പറയുമ്പോൾ എന്താ? സൺ കാറ്റഗറിയിൽ ഒരാളേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓൺലി സൺ എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അത് ആരാവണം? രോഹിത്തിൻ്റെ ഫാദർ തന്നെ ആവണമല്ലോ. അതിലൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റിൻ്റെ മുമ്പത്തെ അതിന് ജസ്റ്റ് മുമ്പിലുള്ള പാർട്ടിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് ദ ഡോട്ടർ ഓക്കെ ഓഫ് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. അപ്പോൾ ഈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സണ്ണിൻ്റെ ഡോട്ടറാണ്. ദാറ്റ് മീൻസ് എന്താ? ദാറ്റ് മീൻസ് രോഹിത്തിനൊരു അല്ലേ, ദാറ്റ് ഈസ് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് മൈ പെറ്റേണൽ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി സൺ. ദാറ്റ് മീൻസ് ഈ ഫാദറിനൊരു ഡോട്ടർ ഉണ്ട്, ആ ഡോട്ടറിൻ്റെ ഡോട്ടറാണ് അല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ആ ഗേള് രോഹിത്തിൻ്റെ ഫാദറിൻ്റെ ഡോട്ടർ. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം രോഹിത്തിൻ്റെ സിസ്റ്ററിൻ്റെ ഡോട്ടറിനെ പറ്റിയാണ് ഈ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ ഇസ് ദാറ്റ് ഗേൾ റിലേറ്റഡ് ടു രോഹിത് എവിടെ അല്ലേ. അപ്പോൾ ഗേള് രോഹിത്തിൻ്റെ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മുടെ ആൻസർ എന്തായിരിക്കണം? നീസ് തന്നെ ആയിരിക്കണമല്ലോ. കാരണം രോഹിത്തിൻ്റെ സിസ്റ്ററിൻ്റെ ഡോട്ടർ എന്ന് പറയുമ്പോൾ രോഹിത്തിൻ്റെ റെസ്പെക്റ്റ് നോക്കിയാൽ നമ്മൾ എന്താ പറയുന്നത്? രോഹിത്ത് സിസ്റ്ററിൻ്റെ ഡോട്ടറിൻ്റെ ആരാണ്? അങ്കിള് നമ്മൾ പറയും. പക്ഷെ തിരിച്ചാ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹൗ ഇസ് ദാറ്റ് ഗേൾ റിലേറ്റഡ് ടു രോഹിത് കേട്ടോ. അപ്പോൾ ഗേള് രോഹിത്തിൻ്റെ ആരാന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? നീസാണ് കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ബി ഓപ്ഷൻ തന്നെയായിരിക്കും, നീസ്. ഓക്കെ, സോ നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ടൊന്ന് മൂവ് ചെയ്യാം അല്ലേ. ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചേക്കാം. പോയിന്റിങ് ടു എ ബോയ് ലീന സെഡ് അല്ലേ, ഹീ ഈസ് ദ ഓൺലി ഗ്രാൻഡ് സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ചൈൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതിലുള്ള ഹൗ ഇസ് ദ ബോയ് റിലേറ്റഡ് ടു ലീന അല്ലേ. അപ്പോൾ ബോയ് ലീനയുടെ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓപ്ഷൻസ് നമ്മൾ നോക്കിയുണ്ട്, ബ്രദർ, കസിൻ, അങ്കിൾ, ഫാദർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത പോലെ പറയുന്ന ആളുടെ റെസ്പെക്റ്റ് നോക്കാം. ഇപ്പോൾ ലീനയുടെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ലീനയുടെ എന്താ പറഞ്ഞിരിക്കുന്നത്? മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ചൈൽഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലീന ഫസ്റ്റ് നമ്മൾ ഡയഗ്രാം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുന്നു. ലീനയുടെ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ചൈൽഡ് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ അല്ലേ, ആരായിരിക്കണം? ലീനയുടെ ഫാദർ അല്ലെങ്കിൽ മദർ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. ഇപ്പോൾ ലീനയുടെ ഫാദർ അല്ലെങ്കിൽ മദർ ആയിരിക്കണം. ഓക്കെ, പിന്നെ അതിൻ്റെ മുമ്പത്തെ സെൻറ്റൻസ് നമ്മൾ വായിച്ചു, ഹീ ഈസ് ദ ഓൺലി ഗ്രാൻഡ് സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ചൈൽഡ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളത് കണക്ട് ചെയ്താൽ നോക്കിയാൽ ഹീ ഈസ് ദ ഓൺലി ഗ്രാൻഡ് സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ചൈൽഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഓൺലി ചൈൽഡ് അല്ലേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കും പ്ലേസ് ആവുന്നത്? ഹീ ഈസ് ദ ഓൺലി ഗ്രാൻഡ് സൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ചൈൽഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ഓൺലി ചൈൽഡിൻ്റെ ഗ്രാൻഡ് സൺ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് ഫാദേഴ്സ് ഓൺലി ചൈൽഡ് ഞാൻ പറഞ്ഞല്ലോ ആരായിരിക്കണം? ലീനയുടെ ഫാദർ അല്ലെങ്കിൽ മദർ ആയിരിക്കണം. അപ്പോൾ അവരുടെ ഓൺലി ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ ആരായിരിക്കണം?
അവരുടെ ഓൺലി ഗ്രാൻഡ് സൺ എന്ന് പറയുമ്പോൾ ലീനയുടെ സൺ ആയിരിക്കണം ആ പേഴ്സൺ കേട്ടോ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, ഹൗ ഇസ് ദ ബോയ് റിലേറ്റഡ് ടു ലീന അല്ലേ. അപ്പോൾ ബോയ് ലീനയുടെ ആരായിരിക്കണം, സൺ ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആൻസർ നമ്മുടെ സൺ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ കൊടുക്കാം ഇവിടെ, ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്, സൺ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം നമുക്ക്. ഫസ്റ്റ് പോയിന്റിംഗ് ടു ബോയ്, റാം സെഡ് ഓക്കെ ഹീ ഈസ് ദ ഹസ്ബൻഡ് ഓഫ് ദ only daughter of my mother. Okay, so final question, how is the boy related to Ram? ഇപ്പോൾ സെയിം പ്രോസസ്സ് ഞാൻ പറഞ്ഞ സ്റ്റുഡൻസ് ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തോ, ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. റാമിൻ്റെ റെസ്പെക്റ്റിലല്ലേ പറയുന്നത്. അപ്പോൾ റാമിനെ നമ്മൾ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഡേറ്റ എന്ന് വായിച്ചാൽ മൈ മദർ അല്ലേ. അപ്പോൾ റാമിൻ്റെ മദറിൻ്റെ റെസ്പെക്റ്റ് പറയുന്നത് അല്ലേ. റാമിൻ്റെ മദർ. ഓക്കെ, ഞാൻ എൻ്റെ സെൻറ്റൻസ് നമ്മൾ മുന്നോട്ട് വായിച്ച ഹീസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ മദർ. അപ്പോൾ മദറിൻ്റെ ഓൺലി ഡോട്ടറാണ് കേട്ടോ. അപ്പോൾ മദറിൻ്റെ ഓൺലി ഡോട്ടർ എന്ന് പറയുമ്പോൾ ആരായിരിക്കണം, റാമിൻ്റെ സിസ്റ്റർ അല്ലേ. ഓക്കെ, പിന്നെ ഹീസ് ദ ഹസ്ബൻഡ് ഓഫ് ദ ഓൺലി ഡോട്ടർ. ഓക്കെ, അപ്പോൾ ഈ ഓൺലി ഡോട്ടറിൻ്റെ ഹസ്ബൻഡിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി എന്താ ചോദിച്ചേക്കുന്നത്, ഹൗ ഇസ് ദ ബോയ് അല്ലെ. ഈ പറയുന്ന ബോയ് റാമിൻ്റെ ആരാന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ടെക്നിക്കലി ഇത് ആരാണ്, റാമിൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ആ ഹസ്ബൻഡ് റാമിൻ്റെ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ആരായിരിക്കണം, ബ്രദർ ഇൻ ലോ ആയിരിക്കണം, ഓപ്ഷൻ എ. ഓക്കെ, ഈസിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു അപ്രോച്ച് നിങ്ങൾ യൂസ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചേക്കാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, പോയിന്റിങ് ടു എ ഗേൾ ആണ് അല്ലേ. ദ പിക്ചർ കെ സെഡ്, കെ ആണ് ഇവിടെ പറയുന്നത്. ഹർ മദേഴ്സ് ബ്രദർ ഈസ് ദ ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ. സോ ഹൗ ഇസ് ദാറ്റ് ഗേൾസ് മദർ റിലേറ്റഡ് ടു കെ. ഓക്കെ, ഇത് കുറച്ചുകൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ നമുക്കത് ബ്രേക്ക് ചെയ്ത് ഒന്ന് സോൾവ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ എന്താ ഡിഫറൻസ്, രണ്ട് പേരുടെ റെസ്പെക്റ്റിലും പറയുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ ആദ്യം നമ്മൾ വായിച്ച ഹെർ മദേഴ്സ് ബ്രദർ എന്ന് പറയുമ്പോൾ ആരെ പറ്റിയാണ് പറയുന്നത്, ആ ഗേളിൻ്റെ റെസ്പെക്റ്റിലാണ് പറയുന്നത്. പിന്നെ ഇസ് ദ ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ എന്ന് പറയുമ്പോൾ ആരുടെ റെസ്പെക്റ്റിലായത്, കെയുടെ റെസ്പെക്റ്റിൽ. അപ്പോൾ രണ്ട് പേരുടെ റെസ്പെക്റ്റിലും കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അവരെ കണക്ട് ചെയ്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും പറയുന്ന ആളുടെ റെസ്പെക്റ്റിലൊന്ന് പോയി നോക്കാം. അപ്പോൾ കെയുടെ റെസ്പെക്റ്റിൽ എന്താണ്, ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കെയുടെ മദറിൻ്റെ ഫാദർ അല്ലേ. അപ്പോൾ ടെക്നിക്കലി കെയുടെ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, ഓൺലി സൺ ഓഫ് മൈ മദേഴ്സ് ഫാദർ എന്ന് പറയുമ്പോൾ ആരായിരിക്കണം, ഗ്രാൻഡ് ഫാദറിൻ്റെ ഓൺലി സൺ എന്ന് പറയുമ്പോൾ ആരായിരിക്കണം, മദറിൻ്റെ ബ്രദർ ആയിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കെയുടെ റെസ്പെക്റ്റിലൊന്ന് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഗേളിൻ്റെ റെസ്പെക്റ്റ് നോക്കി, ഹെർ മദേഴ്സ് ബ്രദർ. ഓക്കെ, ഇപ്പോൾ ഹെർ മദേഴ്സ് ബ്രദർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഗേളിനെ എടുക്കുന്നു, ഗേളിൻ്റെ മദറിൻ്റെ ബ്രദർ അല്ലേ. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ഇത്രേ ഉള്ളൂ. നമുക്കൊരു കാര്യം മനസ്സിലായി, കെയുടെ മദറിൻ്റെ ബ്രദറും ഗേളിൻ്റെ മദറിൻ്റെ ബ്രദറും എന്താണ്, സെയിം ആണ്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻ എപ്പോഴാണ് ഉണ്ടാകുന്നത്, ഇപ്പോൾ രണ്ട് പേരുടെയും മദറിൻ്റെ ബ്രദർ സെയിം ആണ്. ഓക്കെ, സോ രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന് ഇവരെന്തായിരിക്കും, സിബ്ലിങ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ കസിൻസ് ആയിരിക്കും കേട്ടോ. അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്, പക്ഷേ ഹൗ ഇസ് ദ ഗേൾസ് മദർ. അപ്പോൾ ഗേളിൻ്റെ മദർ റിലേറ്റഡ് ടു കെ. പിന്നെ പറയുന്നുണ്ട് ഓൺലി സൺ എന്നും പറയുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ് ഇവിടെ ഈ പേഴ്സൺ രണ്ട് സ്ഥലത്തും കോമൺ ആണ്. ഓക്കെ, മാറ്റമില്ല. ഓൺലി സൺ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ പേഴ്സൺ ഒരു സ്ഥലത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു സൺ മാത്രമേ ഇവർക്കുള്ളൂ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ ഇസ് ദ ഗേൾസ് മദർ. അപ്പോൾ ഗേളിൻ്റെ മദർ കെയുടെ ആരാന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഗേളിൻ്റെ മദർ കെയുടെ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മൾ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്, സിസ്റ്റർ ഉണ്ട് അല്ലേ, ഒരു ഓപ്ഷൻ സിസ്റ്റർ എന്നാണ് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ആണ്ട്, തേർഡ് ഓപ്ഷൻ ഗ്രാൻഡ് മദർ, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പോൾ ഗേളിൻ്റെ മദർ കെയുടെ ആരാന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത്, സിസ്റ്റർ ആവോ, ഇല്ല. ഓക്കെ, കാരണം ഗേളിൻ്റെ മദറിൻ്റെ താഴത്തെ ജനറേഷനിലൊക്കെ കേട്ടോ. അപ്പോൾ സിസ്റ്റർ ഒരു ഓപ്ഷൻ അല്ല. പിന്നെ ഉള്ള ഓപ്ഷൻ ആണ്ട്, ഗ്രാൻഡ് മദർ, നൺ ഓഫ് ദീസ് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാം, ഇവിടെ ആണ്ട് കൊടുക്കാം, അതാണ് പോസിബിൾ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കണം, ഇവിടെ ഓപ്ഷൻ ബി ആയിരിക്കണം, ആണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗട്ട് വരെ എന്തുകൊണ്ട് മദറിന് കൊടുത്തില്ല. മദറിന് കൊടുക്കണമായിരുന്നെങ്കിൽ അവർ എക്സാക്റ്റ് ആയിട്ട് ആ റിലേഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ ആണ്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം നമുക്ക്. ഓക്കെ,
അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ നോക്കിയാൽ പോയിന്റിങ് ടു എ ലേഡി അല്ലേ. രവി said that she is the mother of my only cousin, then how is that lady related to Ravi? Okay. അപ്പോൾ ഇവിടെ രവിയുടെ റെസ്പെക്റ്റിലാണ്. രവി എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ഷീ ഈസ് ദ മദർ ഓഫ് മൈ ഓൺലി കസിൻ. ഓക്കെ, സോ രവിയുടെ റെസ്പെക്റ്റിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രവിയുടെ കസിൻ അല്ല, രവിക്ക് കസിൻ എന്ന് പറയുമ്പോൾ എവിടെയാണ് വരുന്നത്? കസിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരേ ജനറേഷനാണ് രണ്ടുപേരും. ഓക്കെ, അപ്പോൾ ഇവിടെ കസിൻ വരും. അപ്പോൾ രവിയുടെ ഓഫ് മൈ ഓൺലി കസിൻ. അപ്പോൾ ഓൺലി കസിൻ ആരായിരിക്കണം? ടെക്നിക്കലി രവി തന്നെ ആയിരിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയി. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഷീ ഈസ് ദ മദർ ഓഫ് മൈ ഓൺലി കസിൻസ് എന്ന് പറയുമ്പോൾ ഒരു കസിൻ ഉണ്ട്. ഓൺലി കസിൻ എന്ന് പറയുമ്പോൾ ആരാ? രവി. ഇപ്പോൾ ടെക്നിക്കലി ആരെ പറ്റിയാണ് പറയുന്നത്? ഷീ ഈസ് ദ മദർ ഓഫ് മൈ ഓൺലി കസിൻ കേട്ടോ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇവിടെ ആയിരിക്കണം അല്ലേ, ഇവിടെ ആയിരിക്കണം മദർ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ ഇസ് ദാറ്റ് ലേഡി റിലേറ്റഡ് ടു രവി അല്ലേ. അപ്പോൾ ആ ലേഡി രവിൻ്റെ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് നോക്കിയാൽ ഓൺലി കസിനാണ്. ദാറ്റ് മീൻസ് രവിയുടെ കസിൻ, ആ കസിൻ്റെ ഓൺലി കസിൻ എന്ന് പറയുമ്പോൾ ടെക്നിക്കലി അത് ആരായിരിക്കണം? രവിയുടെ മദർ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്തോണേ. രവിയുടെ മദറേ അത് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ആയിരിക്കണം നമ്മുടെ മദർ വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നോക്കാം, ഹൗ ഇസ് ദാറ്റ് ലേഡി. ഓക്കെ, ദാറ്റ് മീൻസ് ആ ലേഡീനെ പറ്റിയാണ് പറയുന്നത്. ആ ലേഡി രവിയുടെ ആരാണ് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ലേഡി രവിയുടെ ആരായിരിക്കണം? മദർ ആയിരിക്കണം കേട്ടോ, വേറെ ഓപ്ഷൻ ഇല്ല. സോ ആൻസർ എവിടെയും എ ഓപ്ഷനാണ് മദർ. ഓക്കെ, ഈസിയാണ്. ജസ്റ്റ് നമ്മൾ ആ ലാംഗ്വേജ് ഒന്ന് പിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പറയുന്ന ആളുടെ റെസ്പെക്റ്റിലൊന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേക്കാം. പോയിന്റിങ് ടു എ മാൻ അല്ലേ. വുമൺ സെഡ് ദാറ്റ് ഹീ ഈസ് ദ സൺ ഓഫ് മൈ mother's brother's father's son. Okay, then find out how is that woman related to that man. Okay, അപ്പോൾ ഇവിടെ ആരാ പറയുന്നത്? പോയിന്റിങ് ടു എ മാൻ, വുമൺ ആണ് പറയുന്നത് അല്ലേ. ദാറ്റ് ഹീ ഈസ് ദ സൺ ഓഫ് മൈ മദേഴ്സ്. ഓക്കെ, അപ്പോൾ ആ വുമൻ്റെ റെസ്പെക്റ്റിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. വുമൺ ഉണ്ട്, ഓഫ് മൈ മദേഴ്സ് ബ്രദർ അല്ലേ. അപ്പോൾ വുമണിൻ്റെ മദറിനൊരു ബ്രദർ ഉണ്ട് അല്ലേ. ഓക്കെ, ബ്രദേഴ്സ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫാദേഴ്സ് സൺ. അപ്പോൾ എങ്ങനെ വരും നോക്കിയാൽ മദറിൻ്റെ ബ്രദറിൻ്റെ ഫാദർ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഫാദർ എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെയും ഫാദർ അല്ലേ. ഫാദേഴ്സ് സൺ എന്ന് പറയുമ്പോൾ അപ്പോൾ ടെക്നിക്കലി ആരാ? ഈ വുമണിൻ്റെ മദറിൻ്റെ ബ്രദറിനെ പറ്റി തന്നെ പറയാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിങ് പോയിന്റും കൂടെ നോക്കാം. അപ്പോൾ ഹീ ഈസ് ദ സൺ അല്ലേ. അപ്പോൾ ഹീ ഈസ് ദ സൺ ഓഫ് മൈ ബ്രദേഴ്സ് ഫാദേഴ്സ് സൺ. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഈ മദറിൻ്റെ ബ്രദറിൻ്റെ സണ്ണിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൺ എന്ന് പറയുമ്പോൾ എവിടെ വരും? ഇവിടെ ആയിരിക്കും വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഫൈൻഡ് ഔട്ട് ഹൗ ഇസ് ദാറ്റ് വുമൺ. സോ വുമൺ ഈ മാനിൻ്റെ ആരാണ്? ദാറ്റ് മീൻസ് ടെക്നിക്കലി ഈ സണ്ണിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ വുമൺ ഈ പേഴ്സൻ്റെ ആരായിരിക്കണം? ഒരേ ജനറേഷനിലാണ് അല്ലേ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ ആൻസർ കസിൻ തന്നെയായിരിക്കും കേട്ടോ. ദാറ്റ് ഈസ് ഈ വുമണിൻ്റെ മദറും ഈ പറയുന്ന പേഴ്സൻ്റെ ബ്രദർ, ഇവർ തമ്മിൽ സിബ്ലിങ്സാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താവണം? കസിൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചേക്കാം ഫസ്റ്റ്. സോ എന്താ ക്വസ്റ്റ്യൻ നോക്കിയാൽ പോയിന്റിങ് ടു എ പേഴ്സൺ ഇൻ എ ഫോട്ടോഗ്രാഫ് അല്ലേ. ലേഡി സെഡ് ഹർ സിസ്റ്റർ ഇസ് ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് സൺസ് മദർ. സോ ഹൗ ഇസ് ദാറ്റ് പേഴ്സൺ റിലേറ്റഡ് ടു ദാറ്റ് ലേഡി. ഓക്കെ, സോ ഇവിടെ പോയിന്റിങ് ടു എ പേഴ്സൺ ഇൻ എ ഫോട്ടോഗ്രാഫ് ലേഡി തന്നെയാണ് പറയുന്നത് അല്ലേ. ലേഡിയാണ് സംസാരിച്ചേക്കുന്നത്. ഹർ സിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഹർ സിസ്റ്റർ ഈസ് ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് സൺസ് മദർ. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ലേഡിയുടെ റെസ്പെക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലേഡിയുടെ നോക്കിയാൽ എങ്ങനെയാണ് പോയിരിക്കുന്നത്? മൈ ഫാദേഴ്സ് സൺസ് മദർ. ഓക്കെ, അപ്പോൾ ലേഡിയുടെ ഫാദറിൻ്റെ സൺ എന്ന് പറയുമ്പോൾ ഫാദറിൻ്റെ സൺ എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ലേഡിയുടെ ബ്രദർ ആയിരിക്കണം അല്ലേ. ഓക്കെ, അപ്പോൾ മൈ ഫാദേഴ്സ് സൺസ് മദർ. അപ്പോൾ ഈ സണ്ണിൻ്റെ മദർ എന്ന് പറയുമ്പോൾ ടെക്നിക്കലി ആരാ? ലേഡിയുടെ മദറിനെ പറ്റി പറയും കേട്ടോ. അപ്പോൾ ഇവിടെ മദറാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിന് ജസ്റ്റ് മുമ്പോട്ടൊന്ന് പോവാം. ഹർ സിസ്റ്റർ ഈസ് ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് സൺസ് മദർ. ഓക്കെ, അപ്പോൾ ഹർ സിസ്റ്റർ ദാറ്റ് മീൻസ് ആ ലേഡിയുടെ സിസ്റ്റർ ആരാണ്? ഈസ് ദ ഡോട്ടർ. ഓക്കെ, അപ്പോൾ ആ പറയുന്ന ലേഡി എന്താ പറയുന്ന? ഹർ സിസ്റ്റർ. ദാറ്റ് മീൻസ് ഈ ഫോട്ടോയിലുള്ള പേഴ്സൻ്റെ സിസ്റ്റർ
ഇസ് ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് സൺസ് മദർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ ലേഡിയുടെ മദറിന്റെ ഡോട്ടറിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഡോട്ടർ ആരാണ്? ഈ പേഴ്സന്റെ സിസ്റ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ എളുപ്പമായിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമുക്ക് ആ പോയിന്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ എന്താ? ഹൗ ഇസ് ദ പേഴ്സൺ റിലേറ്റഡ് ടു ദാറ്റ് ലേഡി അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഓപ്ഷൻസ് നോക്കിയേ? ആണ്ട് ഉണ്ട്, കസിൻ, സിസ്റ്റർ, മദർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഹെർ സിസ്റ്റർ. അപ്പോൾ പേഴ്സന്റെ സിസ്റ്റർ ആരാണ്? ഇസ് ദ ഡോട്ടർ ഓഫ് മൈ ഫാദേഴ്സ് സൺസ് മദർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത പോലെ ദറ്റ് ഈസ് ലേഡിയുടെ ഫാദറിൻ്റെ ബ്രദറിൻ്റെ ഈ ബ്രദറിൻ്റെ മദർ എന്ന് വെച്ചാൽ ഈ ലേഡിയുടെ മദർ. ഓക്കെ, അപ്പോൾ ഹെർ സിസ്റ്റർ ഇസ് ദ ഡോട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന പേഴ്സന്റെ സിസ്റ്റർ ഈ പറയുന്ന മദറിന്റെ ഡോട്ടറാന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവർ ഓബ്വിയസ്ലി എന്ത് തന്നെയാവണം? സിസ്റ്റേഴ്സ് തന്നെയാവണം, വേറെ ഓപ്ഷൻ ഇല്ല. കാരണം ഇവരെ മദർ കോമൺ ആണ്, അപ്പോൾ പിന്നെ ഇവർ സിസ്റ്റർ തന്നെയാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? സിസ്റ്റർ ആയിരിക്കും വരുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു പാർട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നമ്മൾ. ഓക്കെ, ഇപ്പം എനിക്ക് ഐ ഹോപ്പ് ദാറ്റ് നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമുക്ക് മിക്കവാറും ഡൗട്ടുള്ളൊരു സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലെല്ലാം ചെയ്ത അപ്രോച്ച് തന്നെ യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ പറയുന്ന ആളുടെ റെസ്പെക്റ്റിൽ റിലേഷൻ കാണും അല്ലേ. ആ റിലേഷൻ നമ്മൾ എന്ത് ചെയ്യുക? അവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസിലി സോൾവ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാർട്ടിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത് കേട്ടോ. So thank you very much. Veranda Race Coaching Institute for Banking and Government Jobs.